നമസ്കാരം. വിവാദമായ PM-ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. UDF യോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കവെയാണ് അദ്ദേഹം മുന്നണിയുടെ നിലപാട് വ്യക്തമാക്കിയത്. മുൻ സർക്കാർ ഒപ്പുവെച്ച ധാരണാപത്രത്തിൽ നിന്ന് ഇനി പിന്മാറാൻ കഴിയില്ലെന്നും കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഏതെല്ലാം വിദ്യാലയങ്ങളിലാണ് PM-ശ്രീ പദ്ധതി നടപ്പിലാക്കേണ്ടതെന്നും മുന്നണി തീരുമാനിക്കും. ഇത് സംബന്ധിച്ച് പഠിക്കാൻ നിയോഗിച്ച മന്ത്രിസഭ ഉപസമിതിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. സർക്കാരിന്റെ മദ്യനയം രൂപീകരിക്കുന്നതിനായി പ്രത്യേക UDF ഉപസമിതിയെ നിയോഗിക്കും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചർച്ചകൾ പൂർത്തിയാക്കി ഉപസമിതി സമർപ്പിക്കുന്ന ശുപാർശകളുടെ അടിസ്ഥാനത്തിലാകും സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുക. LDF ഭരണകാലത്ത് വിവിധ ബോർഡുകളിലും കോർപ്പറേഷനുകളിലും ചുമതലയേറ്റ ഭാരവാഹികൾ സ്ഥാനമാനങ്ങൾ സ്വയം രാജിവെച്ചൊഴിയണമെന്ന് അടൂർ പ്രകാശ് ആവശ്യപ്പെട്ടു. PM-ശ്രീ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനത്തിനൊപ്പം നിൽക്കാനാണ് ലീഗ് മന്ത്രിമാരുടെയും മുതിർന്ന നേതാക്കളുടെ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. PM-ശ്രീ പദ്ധതിയുടെ ഭാഗമായി സ്കൂളിലെ പാഠ്യപദ്ധതിയിൽ മാറ്റം വരുത്തുന്നതിൽ ജാഗ്രത പുലർത്തണമെന്ന് മുസ്ലിം ലീഗ് മന്ത്രിമാർക്ക് പാർട്ടി നിർദ്ദേശം നൽകിയിരുന്നു. സമഗ്ര ശിക്ഷാ ഫണ്ട് തടയുകയും സ്കൂൾ വിദ്യാഭ്യാസ പദ്ധതികൾ പ്രതിസന്ധിയിലാവുകയും ചെയ്തതോടെയാണ് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് കേരളം PM-ശ്രീയിൽ ഒപ്പിട്ടത്. അധികാരത്തിൽ വന്നാൽ PM-ശ്രീ പദ്ധതി നടപ്പിലാക്കില്ല എന്നായിരുന്നു UDF വാഗ്ദാനം. മുൻ സർക്കാർ ഒപ്പുവെച്ച ധാരണാപത്രത്തിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാനാകില്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീനും വ്യക്തമാക്കിയത്. കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കണമെങ്കിൽ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ടെന്നും പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറാണെന്ന് കാട്ടി മുൻ സർക്കാരാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പിട്ടത് പിന്മാറാനാകാത്ത ധാരണാപത്രത്തിലാണെന്നും പിന്മാറാനാകുമെന്ന് പറയുന്നത് തെറ്റിദ്ധാരണ പരത്താനാണെന്നും ഷംസുദ്ദീൻ വ്യക്തമാക്കി. PM-ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് ചില നേതാക്കൾ പറഞ്ഞത് ഓരോരുത്തരുടെ പ്രസംഗ ശൈലി മാത്രമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഉപസമിതിയിലെ അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കുഞ്ഞാലിക്കുട്ടി നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പദ്ധതി നടപ്പിലാക്കാനുള്ള UDF നീക്കത്തിനെതിരെ മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് PM-ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോയിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പദ്ധതി നടപ്പിലാക്കുന്നതോടെ അക്കാദമിക കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ അനുസരിക്കേണ്ടി വരുമെന്നും ഇത് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ സ്വയംഭരണത്തെ ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ കേരളത്തിൽ PM-ശ്രീ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വ്യക്തമാക്കി. കേന്ദ്രവുമായി ധാരണാപത്രം ഒപ്പുവെച്ചതല്ലാതെ പദ്ധതിക്കായി സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്ന നടപടികളിൽ സംസ്ഥാന സർക്കാർ പങ്കാളിയായിട്ടില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയൻ ചൗധരി രാജ്യസഭയിൽ വ്യക്തമാക്കി. കോൺഗ്രസ് MP ജെബി മേത്തർ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകിയായിരുന്നു അദ്ദേഹം. PM-ശ്രീ സ്കൂളുകളുടെ പട്ടികയിൽ കേരളത്തിലെ സംസ്ഥാന സർക്കാർ സ്കൂളുകളുടെ എണ്ണം 0. നിലവിൽ കേരളത്തിൽ നിന്ന് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള 47 സ്കൂളുകളും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ളവയാണ്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾക്ക് PM-ശ്രീ പദ്ധതി വഴി യാതൊരുവിധ ഫണ്ട് ലഭിച്ചിട്ടില്ല. ധാരണാപത്രം ഒപ്പിട്ട ശേഷം സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്നതിനായിട്ടുള്ള ചലഞ്ച് മോഡിൽ പങ്കാളിയാകാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷാ അഭിയാൻ വഴി റൈറ്റ് ടു എഡ്യൂക്കേഷൻ വിഹിതമായ 99.27 കോടി രൂപ മാത്രമാണ് കേരളത്തിന് കേന്ദ്രം അനുവദിച്ചത്. PM-ശ്രീക്കായി പ്രത്യേക തുകയൊന്നും നൽകിയിട്ടില്ല. 2025 ഒക്ടോബർ 16-നാണ് മുൻ LDF സർക്കാർ കേന്ദ്രവുമായി PM-ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. എന്നാൽ മുന്നണിക്ക് അകത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും കടുത്ത എതിർപ്പുയർന്നതോടെ പദ്ധതി നടപ്പിലാക്കുന്നതും മരവിപ്പിക്കുകയായിരുന്നു. മുൻ സർക്കാർ ഒപ്പുവെച്ച കരാറായതിനാൽ അതിൽ നിന്നും പിന്മാറാനാകില്ലെന്നും അക്കാദമിക കാര്യങ്ങളിൽ മാറ്റം വരുത്താതെ കേന്ദ്ര ഫണ്ട് കൈപ്പറ്റി മുന്നോട്ട് പോകുമെന്നാണ് നിലവിലെ UDF സർക്കാരിന്റെ വാദം.